കാട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കേൾക്കാത്ത ഒരു ശബ്ദമുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ അത് കേട്ടു. ഒരു സാധാരണ കുട്ടി അസാധാരണ ശക്തിയായി മാറിയ കഥ. പ്രകൃതിയുടെ പ്രതികാരം ആരംഭിക്കുന്നു. ഗ്രീൻ ഫാൻറ്റം. കോട്ടമലയിലെ മലകൾക്ക് മുകളിലൂടെ പ്രഭാതമഞ്ഞ് പതിയെ മാറി നിൽക്കുകയായിരുന്നു. പ്രകൃതി ഉണരുന്ന ഒരു നിമിഷം. അവിടെയായിരുന്നു അനഘ ജീവിച്ചിരുന്നത്. ശാന്തയെങ്കിലും ആത്മവിശ്വാസമുള്ളൊരു കുട്ടി. ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകും മുമ്പ് അവൾ ഒരു പഴയ വൃക്ഷത്തിനരികിൽ നിൽക്കും. ഒരു ദിവസം അവളൊരു ശബ്ദം കേട്ടു. സമയം കുറവാണ്. അവൾ കണ്ണുകൾ അടച്ചു. വീണ്ടും ശ്രദ്ധിച്ചു. ചുറ്റും ആരുമില്ല. കാറ്റുപോലും നിശബ്ദമായി. അവൾ പതുക്കെ ചോദിച്ചു, ആർ? അന്നേ ദിവസം സ്കൂളിൽ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ആഘോഷിക്കുകയായിരുന്നു. അസംബ്ലിയിൽ ടീച്ചർ പറഞ്ഞു, കാടുകളില്ലെങ്കിൽ മനുഷ്യനില്ല, മഴയില്ലെങ്കിൽ ജീവനില്ല. ഈ പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മുടെ ബാധ്യതയാണ്. കുട്ടികൾ കൈയടിച്ചു. പക്ഷേ അനഘയുടെ മനസ്സ് ശാന്തമല്ലായിരുന്നു. അന്നുച്ചയ്ക്ക് കുട്ടികൾ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അവൾ മണ്ണിൽ കൈപതിയെ വെച്ചു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത്, മണ്ണ് എന്തോ പറയുന്നുണ്ട്. അവളുടെ മുന്നിൽ ഒരു ദൃശ്യം തെളിഞ്ഞു. ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന യന്ത്രങ്ങൾ. അന്ന് വൈകുന്നേരം അവൾ വീണ്ടും കാട്ടിലേക്ക് പോയി. അവിടെ ഒരു വിചിത്രമായ ഉപകരണം അവൾ കണ്ടു. അവൾ അതിൽ തൊട്ട നിമിഷം ഒരു ശക്തമായ ഷോക്ക്. അവൾ തളർന്നു വീണു. അടുത്ത ദിവസം അവൾ വീട്ടിൽ കണ്ണു തുറന്നു. അമ്മ ആശങ്കയോടെ ചോദിച്ചു, കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞതല്ലേ? അവൾ പതുക്കെ പറഞ്ഞു, അമ്മേ, കാടിനെന്തോ പറ്റിയിരിക്കുന്നു. പിറ്റേ ദിവസം അവൾ വീണ്ടും കാട്ടിലേക്ക് പോയി. അവൾ ചുറ്റും ശ്രദ്ധിച്ചു. ഒരു വൃക്ഷത്തെ തൊട്ടപ്പോൾ ഒരു പച്ച കല്ല് അവൾ ശ്രദ്ധിച്ചു. ഇതെന്താണ്? അവൾ പതുക്കെ അതിനെ തൊട്ടു. അവളുടെ മുന്നിൽ വീണ്ടും ഒരു ദൃശ്യം തെളിഞ്ഞു. ഭൂമിക്കടിയിൽ വെള്ളം ചൂഷണം ചെയ്യുന്ന യന്ത്രങ്ങൾ. അവൾക്കെല്ലാം വ്യക്തമായി. ഇത് ഞാൻ നിർത്തും. അന്ന് രാത്രിയിൽ അവളൊരു സ്വപ്നം കണ്ടു. ഒരു ശബ്ദം അവളെ വിളിച്ചു. പ്രകൃതിയെ കേൾക്കുന്നവർക്ക് അതിൻ്റെ ശക്തി ലഭിക്കും. അടുത്ത ദിവസം അവൾ വീണ്ടും ആ വൃക്ഷത്തിനരികിലേക്ക് പോയി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. അവൾ പതുക്കെ അകത്ത് കയറി. ഗുഹയുടെ ഉള്ളിൽ ഒരു പച്ച നിറത്തിലുള്ള രഹസ്യവേഷം. അവൾ അതിനെ നോക്കി പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയാണോ? അവൾ ആ വേഷം ധരിച്ചു. അവളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണർന്നു. പ്രകൃതി അവളെ വിളിച്ചു. അവളിനി സാധാരണ കുട്ടിയല്ല, അവളാണ് ഗ്രീൻ ഫാൻറ്റം. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, ഈ ശക്തി ഒരു വലിയ അപകടത്തെ നേരിടാനാണ്. ദൂരെയുള്ള കാട്ടിൽ ഒരു ഡ്രോൺ ഉയർന്നു. ഇരുണ്ട നിഴൽ ഒരു ശക്തി ഉയർന്നു വരുന്നു. അവൻ്റെ ലക്ഷ്യം പ്രകൃതിയെ നശിപ്പിക്കുക. വേരുകൾ ഉണങ്ങുന്നു, നദികൾ മലിനമാകുന്നു, കാടുകൾ നശിക്കുന്നു. ഒരു ദിവസം കാട് അവളെ വീണ്ടും വിളിച്ചു. ഗ്രീൻ ഫാൻറ്റം മണ്ണിൽ കൈവച്ചു. അവൾക്ക് കാടിൻ്റെ വേദന അനുഭവപ്പെട്ടു. സമയമെത്തിയിരിക്കുന്നു. പൗർണമി രാത്രി. കാട് ചന്ദ്രപ്രകാശത്തിൽ മങ്ങിയിരുന്നു. അപ്പോഴാണ് കരിനിഴൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. അവൾ അവനെ നേരിട്ടു. ഭൂമി നടുങ്ങി, മരം വിറച്ചു, കാറ്റ് കുത്തിപ്പാഞ്ഞു, കരിനിഴൽ ആക്രമിച്ചു. ആ ശക്തിയുടെ പ്രഹരത്തിൽ ഗ്രീൻ ഫാൻറ്റം വീണു. പക്ഷേ അവൾ വീണ്ടും എഴുന്നേറ്റു. അവൾ കണ്ണുകൾ അടച്ചു. കാടിൻ്റെ ശക്തിയെ വിളിച്ചു. വള്ളികൾ ഉയർന്നു. യന്ത്രങ്ങളെ പിടിച്ചുകെട്ടി.
അവൾ ശക്തിയായി പറഞ്ഞു, ഇത് അവസാനമല്ല. പച്ചശക്തി കാറ്റുപോലെ പടർന്നു. വേരുകൾ ജീവനെടുത്തു. പ്രകാശം ഇരുട്ടിനെ കീറി. കരിനിഴൽ തളർന്നു. ആകാശം മാറി. മഴയും ഇടിമിന്നലും മുഴങ്ങി. കാട് വീണ്ടും ജീവിച്ചു. അവൾ നിന്നു, നിശബ്ദമായി, ശക്തിയായി. അവൾ ഇനിയൊരു കുട്ടിയല്ല, അവളാണ് ഗ്രീൻ ഫാൻഡം. അടുത്ത ദിവസം രാവിലെ കുട്ടികൾ ഇന്നലത്തെ മഴയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവൾ മിണ്ടാതെ ചിരിച്ചു. കാരണം അവളുടെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. പക്ഷേ കഥ ഇവിടെ അവസാനിച്ചില്ല. ദൂരെയുള്ള നഗരത്തിൽ പുതിയ യന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് തുടക്കം മാത്രം.